നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ കോവിഡിന്റെ മൂന്നാം തരംഗം ഭയന്നുവിറച്ച് പ്രവാസ ലോകം. കോവിഡ് മൂന്നാം തരംഗം ഒമാനിൽ വ്യാപിച്ചതായി ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ ഹൊസ്നി വെളിപ്പെടുത്തി. രോഗവ്യാപനം കുറയ്ക്കുന്നതിന് പരിശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനസംഖ്യയുടെ 70% പേർക്കും ഈ വർഷം അവസാനത്തോടെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകും. ജൂൺ അവസാനത്തോടെ 30% പേർക്കും കുത്തിവയ്പ് നൽകും. നിലവിൽ കോവിഡ് വാക്സിൻ ഏറെ സുരക്ഷിതമാണ്, രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ പ്രാപ്തിയുള്ളതാണ് എന്നും അദ്ദേഹം വിശദീകരിച്ചു. വിശുദ്ധ റംദാൻ മാസം ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ റംസാൻ മാസത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. UAE-യിൽ കർശന കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്നത്. റംസാൻ മാസത്തിലെ പ്രത്യേക പ്രാർത്ഥനയായ തറാവിഹ് പള്ളികളിൽ നടത്താമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റിലെ പ്രാർത്ഥന കഴിഞ്ഞാലുടൻ പള്ളികൾ അടയ്ക്കും. മതപ്രഭാഷണങ്ങൾ ഒന്നും ഉണ്ടാകില്ല. ഓൺലൈൻ വഴിയായിരിക്കും ചർച്ചകൾ നടക്കുക. റംസാനിലെ അവസാന 10 ദിവസങ്ങളിൽ അർദ്ധരാത്രി കഴിഞ്ഞുള്ള പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട നിബന്ധനകളെ കുറിച്ച് അധികൃതർ പിന്നീട് അറിയിക്കും. രാജ്യത്ത് കോവിഡ് സ്ഥിതി അനുസരിച്ചായിരിക്കും തീരുമാനം. രാജ്യത്ത് ഇഫ്താർ കൂടാരങ്ങൾക്ക് അനുമതിയില്ല. വൈകുന്നേരമുള്ള ഒത്തുചേരലുകൾ ഒഴിവാക്കുകയും കുടുംബ കൂട്ടായ്മകൾ പരിമിതപ്പെടുത്തുകയും വേണം. പ്രായമായവരും ഗുരുതരാവസ്ഥയിലുള്ളവരും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനായി ഇത്തരം ഒത്തുചേരലുകൾ ഒഴിവാക്കണം. കുടുംബങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ ഇഫ്താർ കൂടാരങ്ങളും അനുവദിക്കില്ല. പൊതു ഇടങ്ങളിൽ ഭക്ഷണം പങ്കുവയ്ക്കാനോ വീടുകൾക്കും പള്ളികൾക്കും മുൻപിൽ ഇഫ്താർ ഭക്ഷണം വിതരണം ചെയ്യാനോ പാടില്ല. അതേസമയം ഒരു വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഭക്ഷണം പരസ്പരം പങ്കുവയ്ക്കാം. ഭക്ഷണ വിതരണത്തിന് താല്പര്യമുള്ളവർക്ക് സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് ചെയ്യാവുന്നതാണ്. ഭക്ഷണശാലകൾക്കകത്തും പുറത്തും ഇഫ്താർ വിരുന്നുകൾക്ക് വിലക്കുണ്ട്. പള്ളികൾക്കുള്ളിലും ഇഫ്താർ വിരുന്നുകൾ ഉണ്ടാകില്ല. തൊഴിലാളികളുടെ താമസയിടങ്ങളിൽ ഇഫ്താർ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളോടെ അനുമതി നൽകും. ഇത്തരം കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാരുമായി സംയുക്തമായി മാത്രമാണ് വിതരണം അനുവദിക്കുന്നത്. സാമൂഹിക അകലം കർശനമായി ഉറപ്പാക്കണം. കോവിഡ് വ്യാപന തോതിന് അനുസൃതമായും നിർദ്ദേശങ്ങളിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. സുരക്ഷാ നടപടികൾ പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ പരിശോധനകൾ നടത്തും. ലംഘിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. രാജ്യത്ത് പുതുതായി 577 പേരിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,49,135 3 പേർക്ക് കൂടി രോഗം ബാധിച്ച് മരിച്ചതോടെ ആകെ മരണം 1,620 327 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ 1,37,871 പേർ രോഗമുക്തരായി. 92.4% രോഗമുക്തി നിരക്ക്. 311 പേർ ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. ഇവരിൽ 88 പേരുടെ നില ഗുരുതരമാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.